എൻ്റെ നാട്ടിലെ കാഴ്ചകളൊക്കെ മനോഹരമാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം അത്ര മനോഹരമാണോ? ഇവിടെ ഹാർബർ വരുന്നതിനെക്കുറിച്ച് എൻ്റെ അപ്പച്ചനും, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിനും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഞങ്ങളുടെ വലിയപ്പാപ്പനൊക്കെ 100 നാവായിരുന്നു. വലിയപ്പാപ്പൻ ഇന്നില്ല. അതുപോലെ നാടിൻ്റെ വികസനം ആഗ്രഹിച്ച പലരും ഇന്നില്ല. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ കീഴിൽ അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന് വേണ്ടിയിട്ടുള്ള സമരം ഇന്ന് അതിൻ്റെ 30-ാം ദിവസം എത്തി നിൽക്കുകയാണ്. സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ചേർന്ന ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി ഭക്ഷണം പാചകം ചെയ്തായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. ഇത് കേവലം ഒരു പ്രഹസനമല്ല കേട്ടോ. കാലാകാലങ്ങളായി പാലിക്കപ്പെടാത്ത കുറേ വാഗ്ദാനങ്ങൾക്കിടയിൽപ്പെട്ട് ജീവിതം കൈവിട്ടു പോകുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സൗമ്യമായ പ്രതിഷേധമാണ്. നോക്കിയാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളായി ഫണ്ട് അനുവദിച്ചിട്ടും അല്ലാതെയും മുടങ്ങിക്കിടക്കുന്ന പ്രൊജക്റ്റുകളിലൊന്നാണിത്. പക്ഷേ പിന്നെ എന്തിനാണ് നാളെ തുടങ്ങും, മറ്റന്നാൾ തുടങ്ങും എന്ന തരത്തിൽ ആളെ കൂട്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ? അർത്തുങ്കൽ മിനി ഫിഷിംഗ് ഹാർബർ പദ്ധതി എന്ന പേര് മാറ്റി കെട്ടിട പദ്ധതി എന്ന് വിളിക്കേണ്ടി വരും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെയുള്ളവർക്ക് സുഗമമായ മത്സ്യബന്ധനത്തിന് പ്രയോജനമാകുന്ന ഹാർബർ വന്നില്ലെങ്കിൽ എന്താ? അതിനു മാത്രം കെട്ടിടങ്ങളാണ് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ഹാർബർ പദ്ധതിയുടെ പേര് പറഞ്ഞ് മുളച്ചു വരുന്നത്. ഒരു ഹാർബർ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ അല്ലേ? ഒരു നാടിൻ്റെ മുഴുവൻ വികസനമാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ കിടക്കുന്നത്. കടലടുത്തായതുകൊണ്ട് ലോൺ നിഷേധിക്കുന്നവരാണ് ഇവിടുത്തെ ബാങ്കുകാർ. ഇവിടെ കടലടുത്തായതുകൊണ്ട് ലോണില്ല. ഇതേ ബാങ്കുകാർ കേരളത്തിലെ മറ്റു പ്രമുഖ ബീച്ചുകളോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ഉള്ളവർക്ക് ലോൺ കൊടുക്കുന്നില്ലേ? അപ്പോൾ ഈ വികസനത്തിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഇവിടുത്തെ അധികാരികൾ തന്നെ പറയാതെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ മാത്രമല്ല പലയിടത്തും നടക്കുന്ന കാര്യമാണിത്. അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി താമസിക്കുന്ന ഇടത്തിൽ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ക്ഷമയും എമ്പതിയും കാണിച്ച് മാതൃഭാഷയിൽ കാര്യങ്ങൾ ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം തങ്ങൾ നേടിയ വിദ്യ എന്ന സമ്പത്തിനെ സാധാരണ ജനങ്ങളുടെ വായടപ്പിക്കാനും ഭയപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. ഇത്തരക്കാർക്ക് ശമ്പളം വാങ്ങുന്ന ജോലി ചെയ്യാനുള്ള ക്ഷമയില്ലെങ്കിൽ അത് പഠിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഇത്തരക്കാരെ ജോലിക്ക് വിടുവാനെന്നാണ് എൻ്റെ അഭിപ്രായം. സമരത്തിനെക്കുറിച്ച് വീണ്ടും ചിലതൊക്കെ പറയാനുണ്ട്. കേവലം ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ചുവട് പിടിച്ചുള്ള ഒരു സമരമല്ലിത്. അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ നൽകാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേവലം മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതിയല്ല, നാടിൻ്റെ മൊത്തം തലവര മാറ്റുന്ന ഒന്നാണിത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു മതത്തെയോ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ചുക്കാൻ പിടിച്ച് നടത്തിയിരുന്നെങ്കിൽ പിന്നിൽ പ്രൊമോഷൻ വർക്കൊക്കെ തകൃതിയായി നടന്നേനെ. എന്തെങ്കിലുമൊക്കെ അരുതാത്തത് നടന്നിട്ടേ ഞങ്ങൾ വരൂ, എങ്കിലേ റേറ്റിംഗ് കൂടുമെന്ന് ശടിക്കുന്ന ചില മാധ്യമങ്ങളും സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സും നേരത്തെ തന്നെ ഇവിടെ എത്തിക്കാനെ. പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളെ പൊക്കിപ്പറഞ്ഞും ആദരിച്ചും കാട്ടിക്കൂട്ടിയതിനൊക്കെ അല്പമെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള തീരദേശത്തു കൂടി ഒരു യാത്ര ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, കമൻറ്റ് ബോക്സിൽ തമ്മിൽ തല്ലിക്കാൻ മാത്രം ചില കമൻറ്റുകൾ വന്നേക്കാം. പ്രതിഷേധം ആ കമൻസിനോട് മാത്രം പോരാ. താങ്ക് യു.